വെള്ളമൊക്കെ വെലിഞ്ഞ് നല്ല ഡ്രൈ ആയി ആ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടാ. മസാലകളൊക്കെ ഇങ്ങനെ ചിക്കൻ അങ്ങനെ പൊതിഞ്ഞിരിക്കണം കേട്ടോ. ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ട ഇങ്ങനെ വിടണം. മസാല അടക്കായി കഴിഞ്ഞു. ഇനി നമുക്കുണ്ടല്ലോ നേരെ കറി വയ്ക്കാൻ പോകട്ടെ. ഇതിൽ നിന്ന് നമ്മൾ പച്ചമുളക് മാത്രം കേട്ടോ, പച്ച കളറുള്ള മുളക് മാത്രമാണ് കേട്ടോ എടുക്കണേ. ഇത് ഇത്രയും പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 25 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് കൊണ്ട് നമ്മൾ എപ്പോൾ വയ്ക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. കാരണം നമുക്ക് മേടിക്കാൻ കിട്ടുന്ന മുളക് ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തിരി വലുതായിരിക്കാം, ചിലപ്പോൾ കുഞ്ഞിതായിരിക്കാം. എരിവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. അപ്പോൾ എപ്പോഴും പച്ചമുളക് ഇട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ എടുക്കുന്നത് കുറച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, കൂടാണ്ട് ഇരിക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ 30 ഉള്ളി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്ര വേപ്പില എടുത്തിട്ടുണ്ട്. ഇതാ 3 കഷ്ണം ഇഞ്ചി, അതിലൊരെണ്ണം കുഞ്ഞിതാട്ടാ. പിന്നെ ഒരു തുടം വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ഞാൻ ചതച്ചെടുത്ത് കൊണ്ട് വരട്ടെ കേട്ടാ. അപ്പം നമ്മുടെ ചിക്കനും വന്നു, ഞാൻ ചതച്ച് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുണ്ടല്ലോ അടിച്ചു കൊണ്ടുവന്ന മസാലകളെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീര് അതും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഒരു 2 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. ഒരു തുണ്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 2.25 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ മസാലകളൊക്കെ ചിക്കൻ്റെ എല്ലായിടത്തേക്ക് ആവണ രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഇത് നന്നായിട്ട് ഈ ചിക്കന്മേൽ നന്നായി കുഴച്ച് ഇതിൻ്റെ മസാലകളൊക്കെ എല്ലായിടത്തേക്കും ആയി കഴിയുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ നമുക്ക് വെച്ചാൽ മതി കേട്ടോ. ടാറ്റാ, കൺമണി പുറത്തേക്ക് പോയി ടാറ്റ തരാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ ദേ തീ കത്തിച്ച് നമ്മുടെ ഉരുളി അടുപ്പുമ്മയ്ക്ക് കയറ്റുന്നു. ഈ ഉരുളി ഉണ്ടല്ലോ നല്ലോണം ചൂടാവണം കേട്ടോ. ഉരുളി നന്നായി ചൂടായിട്ടാ. അപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 8 ടീസ്പൂൺ വെളിച്ചെണ്ണയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇതാ വീണ്ടും 25 ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഉള്ളി ഉണ്ടല്ലോ ഒന്ന് മൂപ്പല്ല, ഒരു ബ്രൗൺ കളർ ആവല്ലോ, ആ ടൈം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഉള്ളി നോക്കിയേ ഈ ഒരു കളറ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചെറുതാക്കി നുറുക്കിയിട്ടുള്ള സബോളയാണ് അതിലിട്ട് കൊടുക്കണം. 2 സബോളയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതും നന്നായിട്ട് നമുക്കൊരു ബ്രൗൺ കളറാക്കി എടുക്കണം. സബോളയും ഇതേപോലെ ഒന്ന് കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി എന്ത് ചെയ്യും, ഇതിലേക്ക് വേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വേപ്പില ഇപ്പം നമുക്ക് വീട്ടിൽ വേപ്പിലുള്ള കാരണം ഞാൻ എല്ലാ വട്ടം പറയണ പോലെ തന്നെ കൂടുതൽ വേപ്പില ഇട്ടു കേട്ടോ. നമ്മൾ ഈ വേപ്പില ഇട്ടതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ 2 ടീസ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത്, അതിലിട്ട് കൊടുക്കുന്നു. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, എല്ലാ മസാലകളും കൂട്ടി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയ്ക്കും പാകമായിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇതിൽ നമുക്കൊരു വെയിലിൻ്റെ ഷെയ്ഡ് ഉണ്ട് കേട്ടോ, അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ചിക്കനിൽ ഉള്ളിലേക്കും കൂടിയിട്ടാണ് നമ്മൾ ചതച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ തീരെ വെള്ളം ഇതിൽ ഒഴിക്കില്ല കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുക്കും. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിക്കണം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ.
നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും മസാലകൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂടി വയ്ക്കാം കേട്ടോ. ഞാനൊന്ന് ഫസ്റ്റിൽ തീ കൂട്ടിയായിട്ട് വെച്ച് നോക്കണേ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് ഒന്ന് ഇളക്കി വീണ്ടും മൂടി വയ്ക്കണം. ഇറച്ചി തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് മൂടി തുറക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തീ കുറച്ചിട്ടാട്ടാ മൂടി വയ്ക്കണേ. തീ കുറച്ചിട്ടാണല്ലോ വെച്ച് നോക്കണേ. ഇനി നമുക്ക് ഈ മൂടി തുറന്നു നോക്കാം. കണ്ട, അപ്പൊ നോക്കിയതില് അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ വേവാനായിട്ട് കേട്ടാ. അപ്പൊ ഇനി നമ്മള് തീ കൂട്ടി ഞാൻ കുറച്ച് നേരം വെക്കും, എന്നിട്ട് മൂടി വയ്ക്കും. മൂടി പതുക്കെ തുറന്ന് നോക്കാട്ടാ. കണ്ട, വെള്ളമൊക്കെ വെലിഞ്ഞ് നല്ല ഡ്രൈ ആയി ആ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടാ. എന്നിട്ട് നന്നായി ഇളക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. മസാലകളൊക്കെ ഇങ്ങനെ ചിക്കൻ അങ്ങനെ പൊതിഞ്ഞിരിക്കണം കേട്ടോ. ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ട ഇങ്ങനെ വിടണം മസാല അടക്കായിട്ട്. അപ്പൊ നമ്മുടെ കറി റെഡിയായി. ഞാൻ തീ ഓഫ്. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷായറിനെ വിളിക്കട്ടെ കേട്ടാ. ഗ്രേവി അടക്കാട്ടാ നമ്മൾ ഇടുക അങ്ങനെ കേട്ടാ. ഇതേ രീതിയിൽ മുളകിന്റെ സ്മെല്ല് തന്നെ വന്നു തുടങ്ങി. പച്ചമുളകിന്റെ മുളകിന്റെ ശരിക്കും മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ രസാ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയായിട്ട് നമ്മുടെ പച്ചമുളക് കൊണ്ടിട്ട് വെക്കുമ്പോൾ ആ പച്ചമുളകിന്റെ ഒരു മണവും വാസനയൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ചേട്ടൻ പറഞ്ഞപ്പോലെ തന്നെ പിന്നെ മുളക് ഇടുമ്പോൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നുള്ളൂ കേട്ടോ. കാരണം സൂര്യമുളക് അല്ലെങ്കിൽ കാന്താരി മുളകൊക്കെ ആകുമ്പോൾ എരിവ് നമുക്കറിയില്ല എങ്ങനെയാണ്. അപ്പൊ അതനുസരിച്ച് ഒന്ന് അതിന് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടാ. ഇത് ചപ്പാത്തിക്ക് ചെയ്യാൻ പറ്റും, ബ്രെഡ് കൂട്ടിട്ട് കഴിക്കാം. അപ്പൊ നിങ്ങളിതൊക്കെ ഒന്ന് വെച്ച് നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം എന്ന് പറയും. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്